ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമേറിയ നല്ല ഈ സുദിനത്തിൽ ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രഭാതം മുതൽ ഈ സമയം വരെയും വളരെ അനുഗ്രഹീതമേറിയ ശുശ്രൂഷകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ച വൻ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ വരെ നാം വന്നു എന്നുള്ളത് മാത്രമല്ല, അതിലുപരിയായി ദൈവം നമ്മെ കൊണ്ടുവന്നു എന്ന് പറയുന്നതിലാണ് വളരെ അർത്ഥവ്യാപ്തി ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാകും. ജീവിതത്തിന്റെയും ശുശ്രൂഷകളുടെയും എല്ലാ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്ത് സർവശക്തനായ ദൈവം നമ്മെ ഇതുവരെയും കൊണ്ടെത്തിച്ച് ഇന്ന് പകൽക്കാലം ഈ മഹനീയമായ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ദൈവദാസന്മാരായി ദൈവസഭയായി നമുക്ക് എല്ലാവർക്കും ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ആ കൃത്യത്തിലേക്ക് കടന്ന് അത് നിർവഹിച്ചതിന് ശേഷമായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി ഈ ഗ്രാജുവേഷൻ സർവീസിൽ അധ്യക്ഷ പദവി അലങ്കരിച്ച കർത്താവിൽ പ്രസിദ്ധനും ബഹുമാന്യനും ശാലേം ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പളുമായ പാസ്റ്റർ രാജൻ ദാനിയൽ അവர்களാണ്. കഴിഞ്ഞ ചില വർഷങ്ങളായി ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, ടാലന്റുകൾ ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, വിശേഷാൽ ഈ ഗ്രാജുവേഷൻ സർവീസിൽ ഇത്രയും മഹനീയമായ നല്ല ഒരു ശുശ്രൂഷ നിർവഹിക്കുവാൻ സർവശക്തനായ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു ബലപ്പെടുത്തിയതിനായി അദ്ദേഹത്തോടുള്ളതായ നന്ദിയെ ഈ തരുണത്തിൽ ശാലേം ബൈബിൾ കോളേജിന്റെ പേരിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് ശാലേം ബൈബിൾ കോളേജിന്റെയും ശാലേം ഗോസ്ബൽ ചർച്ച് ഓഫ് ഗോഡിന്റെയും ഫൗണ്ടർ പ്രസിഡന്റും ശാലേം ബൈബിൾ കോളേജിന്റെ ഡയറക്ടറുമായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനും ബഹുമാന്യനുമായ കർത്തൃഭൃത്യൻ പാസ്റ്റർ വി.ടി. വിനോദ് കുമാർ അവരോടാണ്. ഈ ശുശ്രൂഷയുടെ ആദ്യം മുതൽ ഈ നിമിഷം വരെയുള്ളതായ സമയങ്ങളിൽ ശുശ്രൂഷിക്കപ്പെട്ടതായ എല്ലാ ദൈവദാസന്മാരും എടുത്തു പറയപ്പെട്ടതായ ചില വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. സ്തോത്രാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം അദ്ദേഹം ആശീർവാദം പറയും. അതിനുശേഷമായിട്ട് ഈ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങൾ പ്രാരംഭമായി ഈ പന്തലിൽ നിന്ന് വെളിയിൽ പോകും. തുടർന്ന് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് വരും. അതിനുശേഷം ആ സമയത്ത് ഈ പന്തലിൽ ഇരിക്കുന്ന മറ്റാരും എഴുന്നേൽക്കരുത്. അവർ വെളിയിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, അവരെ അനുഗ്രഹിക്കുക, എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുക. അതിനുള്ള സമയങ്ങൾ അതിനെ ക്രമീകരിക്കും. അതെല്ലാവരും ഇത്രത്തോളം നിങ്ങൾ സഹകരിച്ചതിന് നിങ്ങൾ നന്ദി. തുടർന്ന് നിങ്ങൾ സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ മിഷൻ ദാസ് പാസ്റ്റർ കടന്നു വന്ന് പ്രാർത്ഥിക്കും. സ്വത്രാജ്യക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നത് ക്ഷണിക്കും. വീണ്ടും പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിതമേറിയ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ കർത്താവേ, കോളേജിന്റെ ഗ്രാജുവേഷൻ സർവീസിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. വളരെ അനുഗ്രഹമായ നിലയിൽ ഈ ശുശ്രൂഷകളൊക്കെ നടത്തുവാൻ സ്വർഗം അവിടെ സഹായിച്ചതിനായി സ്തോത്രം. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ നിന്റെ വരവോളം തികയ്ക്കട്ടെ എന്ന് അവരുടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കർത്താവിന്റെ വേലയിൽ വർദ്ധിക്കുവാനായിട്ട് കർത്താവെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ശാലേം ബൈബിൾ കോളേജിനായി പ്രാർത്ഥിക്കുന്നു. ഈ അധ്യയന വർഷം കർത്താവ് 20ഓളം സ്റ്റുഡൻസ് കർത്താവ് ഗ്രാജുവേഷൻ ചെയ്യുവാനായി സഹായിച്ചതിനായി സ്തോത്രം.
ഗ്രാജുവേറ്റ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ നിന്റെ മേൽപ്രദേശത്ത് നിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുവാനായി ഇറങ്ങിത്തിരിക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം അവരോടുകൂടെ പോകുമാറാകണമേ. കർത്താവിന്റെ വേലയിൽ അധികം വർദ്ധിച്ചു വരുവാനായി അവർ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗമേ, ഹല്ലേലൂയ. എല്ലാം ആത്മീയ ഭൗതികമായ നന്മകളാൽ ഞങ്ങളുടെ സ്ഥാപനത്തെ അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഡയറക്ടർക്കായി സ്തോത്രം. അവിടെ ദാസന്റെ ദർശനം പൂർത്തീകരിക്കേണ്ടതിനായി ശക്തമായി പിന്നെയും മുന്നോട്ട് പോകേണ്ടതിനായി ദൈവാത്മാവ് ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സർവീസിൽ കർത്താവെ, ഈ ഗ്രാജുവേഷൻ സർവീസിൽ സംബന്ധിച്ച ദൈവദാസന്മാർക്കായി, കർത്താവെ, എല്ലാ ദൈവസഭകൾക്കായി, ദൈവദാസന്മാർക്കായി, ദൈവമക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനം അറിയിക്കുവാനായി അവിടുത്തെ ദാസനെ നീ അയച്ചതിനായി സ്തോത്രം. ശക്തമേറിയ വചനം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. താവിന്റെ നാമത്തിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന വഴിപാടുകൾക്കായി സ്തോത്രം. അവിടുത്തെ നാമത്തിന്റെ കെട്ടുപണികൾക്കായി തീരേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവമഹത്വവും ഞങ്ങൾ അംഗീകരിക്കുന്നു യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. എത്രത്തോളം അനുഗ്രഹമാക്കി തീർത്താൽ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തോടും, ശിഷ്യ ഗ്രാജുവേറ്റ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികളോടും, തുടർന്നുള്ള ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും, ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവോളം ഇന്ന് മുതൽ നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. സൺഡേ സ്കൂൾ, യൂത്ത് എന്നിവരായിരിക്കുന്ന എല്ലാ യുവജനങ്ങളും, ദേവദാസന്മാരും മാതാപിതാക്കളും കൃത്യം 2 മണിയാകുമ്പോൾ ഈ പന്തലിൽ വന്ന് വരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം. ശേഷം മാത്രമേ പോകാൻ എല്ലാവരും. അവർക്ക് ഗ്രാജുവേറ്റ് ചെയ്തവർക്ക് അനുഗ്രഹങ്ങളെ ഒക്കെ പകർന്നതിന് ശേഷമായി ദയവായി ഓർപ്പിക്കുന്നു. എല്ലാവരും ക്ഷണിക്കുക.
സ്നേഹത്താൽ വിലയായിരേ അധികാരമോഹത്താൽ സ്വന്തം ചരിച്ചറി നൽകി സൺഡേ സ്കൂളിന്റെ സംസ്ഥാന സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന കർത്താവിലെ ഭക്തദാസൻ പാസ്റ്റർ ശ്രീ ജയലാലുവാഹുടി, അതുപോലെ അടൂർ സെന്ററിന്റെ മിനിസ്റ്ററായി കർത്താവിന്റെ വേല ചെയ്യുന്ന ദേവദാസൻ പാസ്റ്റർ ഐസക് എലോസ്. സമയത്തിന്റെ പരിമിതികൾ വളരെ കുറവാണ്. നമ്മുടെ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ പാട്ടിന്റെ മൊത്തം ചരണം പാടാതെ നമ്മളുടെ ചരണങ്ങൾ മാത്രമേ പാടാവൂന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. തുടർന്ന് ഒരു ഗുണപാഠ സ്വീകരിക്കാം. അതിനായിട്ട് കമ്മ്യൂണിറ്റി ഡൊണേഷൻ ചെയ്യും.
ആശംസ. സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീരട്ടെ. തുടർന്ന് ദൈവവചനത്തിൽ നാം കേൾക്കപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മളോട് ദൈവത്തിന്റെ വചന ശുശ്രൂഷിപ്പാനായി നമ്മുടെ മധ്യത്തിൽ നമ്മൾ ശ്രമം സ്വീകരിച്ചിട്ട് ഉപകരിക്കുന്നത് ശാലൽ ഗോസ്ബൽ ദൈവസഭയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന നാല് ദാസൻ മാസ്റ്റർ സുഭാഷ് അവരുകളാണ് ദൈവവചന ശുശ്രൂഷക്കായിട്ട് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത്. രാമദാസിനെയോട് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കേണ്ടതായിട്ട് രാമദാസിനെ അനുഗ്രഹമേറിയ ദിവസത്തിന്റെ ഈ നല്ല പകലിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. വളരെ ആഗ്രഹിച്ച നമ്മുടെ ജനറൽ കൺവെൻഷന്റെ 3-ാം ദിവസത്തിന്റെ പകൽക്കാലത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി വളരെ ശക്തമായ ആത്മീയ കൂട്ടായ്മകൾ നമുക്ക് ദൈവം നൽകിക്കൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഈ 3-ാം ദിവസം പകൽക്കാലം ശാലയിൽ ഗോസ്ബൽ ചർച്ച് ഓഫ് ഗോഡിലെ യൂത്ത് ആൻഡ് സൺഡേ സ്കൂളിന്റെ മീറ്റിംഗിനോടനുബന്ധിക്കപ്പെട്ട് ഈ ഫോണിൽ നാം ആയിരിക്കുകയാണ്. ഇന്ന് പകലിൽ സർവകൃപാലുമായ ദൈവം നമ്മുടെ നടുവിൽ ആഗതനായിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. വളരെ അനുഗ്രഹീതമായ ഈ പകൽവേളയിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ആ ദൈവ സാന്നിധ്യത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ അല്പം മിനിറ്റുകൾ ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു. പ്രാർത്ഥനയോടെ ഇവിടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകലിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഗോസ്ബൽ മിനിസ്ട്രിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാന്യ ദേവദാസ് മാസ്റ്റർ വിൽസൺ ദാസ് അവர்கள், ശാലയിൽ ഗോസ്ബൽ മിനിസ്ട്രിയുടെ യൂത്ത് മൂവ്മെന്റിലെ സെക്രട്ടറിയായി സേവനം ചെയ്യുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കെ ജെ ജോസഫ് അവർ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നിശ്ചിതമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിച്ച് സമയങ്ങൾക്ക് വിരാമം കൊടുക്കാൻ എന്ന പകലിൽ കർത്താവ് ആഗ്രഹിക്കുക. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഈ പകൽക്കാലത്ത് ഒരുമിച്ച് ചിന്തിക്കുവാൻ. വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. വളരെ ശ്രദ്ധയോടെ നമുക്ക് അകത്ത് കിടപ്പി നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളത്, വഴി വിശാലവും അതിൽ കൂടി കിടക്കുന്നവർ അനേകമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും
ശാലേം ഗോസ്ബൽ ചർച്ച് ബോർഡിന്റെ സൺഡേ സ്കൂളിന്റെ യൂത്തിന്റെ സംയുക്തമായ ഒരു യോഗമാണ് പോയിരുന്നത്. വാസ്തവത്തിൽ യൂത്തിന്റെയും സൺഡേ സ്കൂളിന്റെയും യോഗങ്ങൾ വെവ്വേറെയായിട്ട് വ്യത്യസ്തമായ സമയങ്ങളിൽ നാം ക്രമീകരിക്കുന്നത്. എന്നാൽ ഇന്ന് പകലിൽ ഒരുമിച്ച് നാം ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ നമ്മുടെ സഭകളിൽ നമ്മുടെ സൺഡേ സ്കൂളിന്റെയും യൂത്തിന്റെയും പ്രവർത്തനങ്ങളുടെ വിശാലതയ്ക്കൊത്തവണ്ണം അതിനെ വേർതിരിച്ച് വലിയ യോഗങ്ങളാക്കി വീണ്ടും ശക്തിപ്പെടുത്തുന്നത് ചില കാര്യങ്ങൾ ചിന്തിച്ച് എന്റെ വാക്യ വിരാമം കുറിപ്പാൻ സമയത്തിന്റെ പരിധി അങ്ങനെ നിർത്തേണ്ടതിന് അനേകർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലിലെ നമ്മുടെ ഈ യോഗത്തിൽ യൂത്ത് ആൻഡ് സൺഡേ സ്കൂളിന്റെ യോഗത്തിൽ വ്യത്യസ്തമായ ഒരു ചിന്ത, ഒരു തോട്ട്സ്, ഒരു ആഗ്രഹത്തെ ഹൃദയത്തിൽ പ്രാപിച്ച് നാം ഇറങ്ങിപ്പോകുന്നു. ഈ വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഇന്ന് പകലിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നാശത്തിൽ നിന്ന് മടക്കി വരുത്തി ഉത്തരവാദിത്ത ബോധത്തിലേക്ക് നാം അവനെ നയിക്കും. നാശത്തിന്റെ വഴി വീതിയുള്ളതാണ്, എന്നാൽ ജീവങ്കിലേക്കുള്ള വഴി വളരെ ഇടുക്കമാണ്. ഈ ആത്മീയ സംഗമത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ന് പകലിൽ എന്നെ ശ്രമിക്കുന്ന ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ ഈ പകലിൽ തിരിച്ചറിയേണ്ടത് നാശത്തിൽ നിന്ന് മടക്കി വരുത്തി ഉത്തരവാദിത്ത ബോധമുള്ളവരായി ജീവങ്കിലേക്ക് അവർ സഞ്ചരിക്കപ്പെടുന്നു. ഇന്ന് പകൽ അതിനായി ദൈവത്തിന്റെ കരം ഇതിനകത്ത് നമ്മെ സഹായിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം വിശുദ്ധ വചനത്തിലേക്ക് വരുന്നതായ സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ ചിന്ത വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, പഴയ നിയമ കാലഘട്ടങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കർത്താവിന്റെ ദാസന്മാരുടെ ഹൃദയത്തിലും അവരുടെ ജീവിതത്തിൽ അവർ വളരെ ശക്തമായി ചിന്തിച്ചതായ, വിചാരിച്ചതായ ചില ചിന്തകൾ ഇന്ന് പറഞ്ഞ ചില വാക്യങ്ങളിലൂടെ മുന്നോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 127 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം. ഇതിനെ ആഴമായി ചിന്തിക്കാറുണ്ട്. ചിലരുടെ ഹൃദയത്തിന്റെ അകത്ത് ടേപ്പിൽ ചെയ്തിരിക്കുന്നത് പോലെ ഇതിങ്ങനെ ഹൃദയത്തിന്റെ മാംസം പറയുകയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യങ്ങൾ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് ഇങ്ങനെ അത് പുറത്തു വരാറുണ്ട്. ഏതായാലും ദൈവവാക്യമല്ലേ, ദൈവവാക്യത്തിൽ വിശ്വസിക്കുന്നത് നമുക്ക് ഏറ്റവും വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരും. ഒരു വചനത്തിൽ പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന ഒരു അവകാശം. ദൈവവചനത്തിൽ ദൈവ ഭക്തന്മാരുടെ
Praise the Lord. ഇന്ന് മകനെ ശ്രദ്ധിക്കണം. സർവശക്തനായ ദൈവത്തിൽ നിന്ന് തലമുറകളെ പ്രാപിക്കുന്നത് അതവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ഭക്തന്മാരുടെ വളരെ ആഴമായ ഒരു വിശ്വസിച്ചിരിക്കുകയാണ്. ഒരിക്കൽ ദൈവത്തിന്റെ ദാസൻ അതേ അബ്രഹാമിന്റെ ഒരു പരാതി ദൈവത്തിന്റെ അരികിലേക്ക് വന്നത് കേൾക്കണം. 15:3 വാക്യം. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുമോ എന്നും അബ്രഹാം പറഞ്ഞു. ദൈവത്തെ ചിന്തിപ്പിക്കുന്നതാണ്. 11 കാണുന്നുണ്ട്. ദൈവം